വെൽക്കം ടു ദ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് നഴ്സസിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ്. ഹോങ്കോങ്ങിലാണ് ഈ ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഹോങ്കോങ്ങിലെ ഹോസ്പിറ്റൽ അതോറിറ്റിയാണ് ഈ വേക്കൻസി പുറത്തുവിട്ടിരിക്കുന്നത്. റീസെൻ്റ്ലി, അതായത് 2024 ജൂലൈ 31 ഹോങ്കോങ് ഗവൺമെൻറ് ഈ വേക്കൻസി പബ്ലിഷ് ചെയ്തത്. IELTS OET ഒക്കെ ചെയ്യാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ അത് ചെയ്തിട്ട് തീരെ പാസ്സാകാൻ പറ്റാത്ത ആളുകൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൻ്റെ സാലറി പാക്കേജ് എന്ന് പറയുന്നത് 4 lakhs to 6 lakhs ആണ് ഇന്ത്യൻ റുപ്പീസിൽ. ഓക്കെ. ഹോങ്കോങ് എന്ന് പറയുന്നത് ചൈനയുടെ തന്നെ ഒരു സ്പെഷ്യൽ അഡ്മിനിസ്ട്രേറ്റീവ് റീജിയനാണ്. മാത്രമല്ല നല്ലൊരു ഹൈലി ഡെവലപ്ഡ് ടെറിട്ടറി ആണെന്ന് തന്നെ പറയാം. അണ്ടർ റൂളിംഗ് ഓഫ് ചൈനയാണ്. ഇതിന് മുന്നേ ഇത് റൂൾ ചെയ്തിരുന്നത് UK ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജും ഹോങ്കോങ്ങിൻ്റെ തന്നെ ഭാഷയായ ക്യാൻറ്റോനീസുമാണ് അവിടെ മെയിൻലി യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് നാഷണാലിറ്റീസ് അവിടെ റെസിഡൻസ് ആയിട്ടുണ്ട്. ലൈക്ക് ചൈനീസ്, ഫിലിപ്പീനോ, ഇന്തോനേഷ്യ, ഇന്ത്യൻസ്, നേപ്പാളീസ്, പിന്നെ മാത്രമല്ല അതർ നാഷണാലിറ്റീസ് ഇത് കൂടാതെ 2% ഉണ്ട്. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നഴ്സസിന് വേണ്ടിയിട്ടുള്ളത്. അത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോയിലേക്ക് വിശദമായിട്ട് പോകാം. അപ്ലൈ ചെയ്യാനായി ഗൂഗിൾ ക്രോമിൽ വരിക. ഗൂഗിൾ ക്രോമിൽ വന്ന് ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റി നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസ് എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ബാറിൽ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പണായി വരുന്നതാണ്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസ് ഇൻ HA. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഹോങ്കോങ് ഹോസ്പിറ്റൽ അതോറിറ്റിയുടെ പേജ് ഓപ്പൺ ആവുന്നതാണ്. ആദ്യം തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഫോർ നോൺ ലോക്കലി ട്രെയിൻഡ് നഴ്സസ് ഇൻ HA എന്ന് എഴുതിയിട്ടുണ്ടാവും. അതിലൊരു ബ്രീഫ് കൊടുത്തിട്ടുണ്ട്, ഇൻട്രൊഡക്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കുക. താഴെ വരുമ്പോൾ മന്ത്ലി സാലറി പാക്കേജ് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്കത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇന്ത്യൻ മണി എത്ര വരുമെന്നുള്ളത് നോക്കാവുന്നതാണ്. അതിനുശേഷം ഇവിടെ ഈ ക്ലിക്ക് ഹിയർ ടു ജോയിൻ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ രജിസ്റ്റേർഡ് നേഴ്സ് ജനറൽ വലതുവശത്തായി റെഫറൻസ് നമ്പർ കൊടുത്തിട്ടുണ്ട്, H02407035. ഇതാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ട പേജ്. ഇതിൽ പൊസിഷൻ ഓഫേർഡ് രജിസ്റ്റേർഡ് നേഴ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. പേ എത്രയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മന്ത്ലി അലവൻസ്. എൻട്രി റിക്വയർമെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കാവുന്നതാണ്. വായിച്ച് നോക്കിയ ശേഷം അപ്ലൈ ഓൺലൈൻ കൊടുക്കുമ്പോൾ പ്രൈവസി എഗ്രിമെൻ്റ് കാണാവുന്നതാണ്. പ്രൈവസി എഗ്രിമെൻ്റ് താഴെ വന്ന് ഐ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇതിൽ വരുന്നത് 2 ഓപ്ഷനാണ്. ലോഗിൻ, ന്യൂ യൂസർ. അക്കൗണ്ട് ഉള്ളവർക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ന്യൂ യൂസർ ആണെങ്കിൽ, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ന്യൂ യൂസർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്. ന്യൂ യൂസർ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പേരും ഇനിഷ്യൽ ഉൾപ്പെടെയുള്ള ഏതെങ്കിലും അക്കങ്ങളോ ഡിജിറ്റ്സ് ഏതെങ്കിലും കൊടുത്ത് യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം പാസ്വേഡ്, സ്ട്രോങ് ആയിട്ടുള്ളൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം. എൻ്റർ ചെയ്യണം പാസ്വേഡ്. അത് കഴിഞ്ഞ് ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. ഇമെയിൽ അഡ്രസ്സ് തെറ്റാതെ എൻ്റർ ചെയ്തതിന് ശേഷം അത് വീണ്ടും എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ ചെയ്ത് അടുത്ത പേജ് വരുന്നത് റെസ്യൂം അപ്ലോഡ് ചെയ്യാനായിട്ടാണ്. അതിൽ റെസ്യൂം അപ്ലോഡ് ചെയ്യാനായിട്ട് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഐ വാണ്ട് ടു അപ്ലോഡ് എ റെസ്യൂം.
അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചൂസ് ഫയൽ എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ചൂസ് ഫയൽ കൊടുത്ത് നമ്മുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യുക. അല്ല എങ്കിൽ ഐ വാണ്ട് ടു പേസ്റ്റ് എ റെസ്യൂം ഈ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മളിവിടെ മാനുവലി റെസ്യൂം ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്യേണ്ടി വരും. അതിനെക്കാട്ടി എളുപ്പം ഐ വാണ്ട് ടു അപ്ലോഡ് എ റെസ്യൂം എന്നുള്ളതാണ്. ചൂസ് ഫയൽ കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ ഓപ്ഷനിൽ റെസ്യൂം മാത്രം മതിയാകും. ഇവിടെ വന്നു. എന്നിട്ട് അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ. ഏത് പേജിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താലും സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കേണ്ടതാണ്, ഇല്ലെങ്കിൽ അത് സേവ് ആകില്ല. അത് കൊടുക്കുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ എന്ന് പറയുന്ന പേജായിരിക്കും അടുത്ത സെക്കൻഡ് ഓപ്ഷനായിട്ട് വരുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹൗ ഡിഡ് യു ലേൺ അബൌട്ട് ദിസ് ജോബ് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് ഈ ജോബിനെ പറ്റി അറിഞ്ഞത്? ഹോങ്കോങ് ഓൺലൈൻ മീഡിയയിലാണോ അല്ലെങ്കിൽ മെഡിക്കൽ ജേണൽ വഴിയാണോ? ഞാനിവിടെ അതറാണ് കൊടുത്തത്. അങ്ങനെ അതറാണെങ്കിൽ പ്ലീസ് സ്റ്റേറ്റ് സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളത്. എങ്ങനെയാണ് നമ്മളത് അറിഞ്ഞത്, ഈ ഇൻഫർമേഷൻ അറിഞ്ഞത്? ഞാനവിടെ ത്രൂ ഫ്രണ്ട്സ് എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ ചൂസ് ചെയ്ത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം താഴെ ഉള്ള ഓരോ ഓപ്ഷനും അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ടൈറ്റിൽ മിസ്റ്റർ ആണോ, മിസ് ആണോ, മിസ്സിസ് ആണോ, ഏതാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സർനെയിം ഇൻ ഇംഗ്ലീഷ് അത് കൊടുക്കുക. ഗിവൺ നെയിം കൊടുക്കുക. അതിനുശേഷം ഫുൾ നെയിം ഇൻ ചൈനീസ് അത് നമുക്ക് ഇല്ലാത്തത് കൊണ്ട്, നോ ചൈനീസ് നെയിം എന്നുള്ളതുകൊണ്ട് നമുക്ക് നോട്ട് ആപ്ലിക്കബിൾ NA എന്ന് കൊടുക്കാവുന്നതാണ്. സ്റ്റാർ ഇട്ടിരിക്കുന്ന ഈ റെഡ് സ്റ്റാർ ഓപ്ഷൻ എല്ലാം നമ്മൾ നിർബന്ധമായിട്ടും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നമ്മൾ തെറ്റാതെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ റോങ് ആയിട്ടാണ് സെലക്ട് ചെയ്യുന്നത്, കാരണം ഓൾറെഡി എനിക്കൊരു ഫയലുണ്ട്. പാസ്പോർട്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇവിടെ നമ്മുടെ ഇമെയിൽ കൊടുക്കണം. കോണ്ടാക്ട് നമ്പർ കൊടുക്കേണ്ടതാണ് വിത്ത് കൺട്രി കോഡ്. റെസിഡൻഷ്യൽ ടെലിഫോൺ നമ്പർ ഇവിടെ കൊടുക്കാവുന്നതാണ്, അതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഹയർ എഡ്യൂക്കേഷൻ ലെവൽ ഡിഗ്രി ഉള്ളവർക്ക് ഡിഗ്രി, അതായത് BSc നഴ്സിംഗുകാരാണെങ്കിൽ ഡിഗ്രി കൊടുക്കുക. MSc നഴ്സിംഗ് ഉള്ളവരാണെങ്കിൽ മാസ്റ്റർ ഡിഗ്രി കൊടുക്കുക. പിന്നെ അഡ്രസ്സ് കൊടുക്കാവുന്നതാണ്. അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. കറക്റ്റായിട്ട് നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഡിസ്ട്രിക്റ്റ് എന്നുള്ള ഓപ്ഷൻ ഇത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണ്. ഈ ഡിസ്ട്രിക്റ്റിൻ്റെ ഇത് ഹോങ്കോങ്ങിലുള്ള ഡിസ്ട്രിക്റ്റുകളാണിത്. ഞാൻ വെറുതെ ഒരെണ്ണം ചൂസ് ചെയ്യാണ് ചെയ്തത്, എങ്കിലും നമുക്കത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ. ആർ യു കറൻ്റ്ലി വർക്കിംഗ് ഇൻ HA എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നില്ല, നോ. ഈ ഓപ്ഷൻസൊക്കെ നമ്മളത് യെസ് കൊടുക്കുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഫോർ കറണ്ട് HA എംപ്ലോയീസ് ഉള്ളി എന്ന് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ്, അത് വിടുക. ഇൻഫോർമേഷൻ ഓൺ HA എംപ്ലോയ്മെൻറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹാവ് യു എവർ ബീൻ എംപ്ലോയിഡ് ബൈ ദ HA? നോ എന്ന് കൊടുക്കാം, നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല. ഡിഡ് യു ലീവ് ദ HA സർവീസ് അണ്ടർ വോളണ്ടറി ഇയർലി റിട്ടയർമെൻറ്റ് പ്രോഗ്രാം? ഇയർലി ആയിട്ട് റിട്ടയർ ചെയ്തിട്ടുണ്ടോ? നോ, നമ്മളവിടെ വർക്ക് ചെയ്തിട്ടേ ഇല്ല. അതെല്ലാം നോ കൊടുത്ത് താഴോട്ട് വരിക. ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ വിടുക. റെന്യൂമറേഷൻ പാക്കേജ് ഇവിടെ ഞാൻ കൊടുത്തത് എൻ്റെ സാലറി പ്രസൻറ്റ് സാലറി പാക്കേജാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ പാക്കേജ് ഇവിടെ കൊടുക്കാവുന്നതാണ്. കറൻ്റ്ലി വർക്കിങ്ങിലുള്ള
സാലറി പാക്കേജ് കൊടുക്കാവുന്നതാണ്. അലവൻസ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് അലവൻസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. നമ്പർ ഓഫ് മന്ത്സ് പേ പെർ ഇയർ 12 months ആണ് നമുക്ക് പേ കിട്ടുന്നത്. 12 months എന്ന് കൊടുക്കുക. നോട്ടീസ് പീരീഡ് ഫോർ റെസിഗ്നേഷൻ, നമുക്ക് നോട്ടീസ് പീരീഡ് എത്രയാണ് വേണ്ടത്? 3 months കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. 3 months കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അത്രയും ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ. നേരത്തെ പറഞ്ഞ പോലെ എന്ത് ചെയ്താലും സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കാൻ മറക്കാതിരിക്കുക. അത് കഴിയുമ്പോൾ എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എഡ്യൂക്കേഷൻ 1 അതിൽ കൊടുത്തിട്ടുണ്ട് ലിസ്റ്റ് ദ എഡ്യൂക്കേഷണൽ ഡീറ്റെയിൽസ് ബിലോ സ്റ്റാർട്ടിങ് വിത്ത് ദ മോസ്റ്റ് റീസെൻറ്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ മോസ്റ്റ് റീസെൻറ്റ് BSc നഴ്സിംഗ് ആണെങ്കിൽ BSc നഴ്സിംഗ് ആദ്യം കൊടുക്കുക. അതിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ട്. BSc പഠിച്ചവരാണെങ്കിൽ BSc കൊടുക്കുക, MSc പഠിച്ചവരാണെങ്കിൽ MSc കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ്, കോഴ്സ് ടൈറ്റിൽ എന്തുവാണ്, BSc ആണെങ്കിൽ BSc നഴ്സിംഗ്, ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് എന്ന് കൊടുക്കുക. MSc ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. ഫുൾ ടൈം പാർട്ട് ടൈം ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഫുൾ ടൈം എന്ന് കൊടുക്കുക. ഇവിടെ ബാച്ചലർ ഓഫ് സയൻസ് ഇൻ നഴ്സിംഗ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക. ഞാനത് ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടി ചെയ്യുന്നതാണ്. ഫുൾ ടൈം ആണ്. അതുപോലെ മന്തും ഇയർ ചോദിച്ചിട്ടുണ്ട്. ഫ്രം ഡേറ്റ്, അതായത് കോഴ്സ് തുടങ്ങിയ ഡേറ്റും കോഴ്സ് അവസാനിപ്പിച്ച ഡേറ്റും. അതിനുശേഷം ആഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊടുക്കുക. ആഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് +2 ഡീറ്റെയിൽസ് അതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ആഡ് എഡ്യൂക്കേഷൻ കൊടുക്കുക. ഇതുപോലെയുള്ള ഓപ്ഷൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതിൽ 10th കൊടുക്കാവുന്നതാണ്. അങ്ങനെ എത്ര എഡ്യൂക്കേഷൻ ഉണ്ടോ അത് മോസ്റ്റ് റീസെൻറ്റ് മുതൽ ഇതുവരെ ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ് എന്നുള്ള ഓപ്ഷനാണ് വരുന്നത്. സ്റ്റാർട്ട് ബൈ എൻറ്ററിങ് മോസ്റ്റ് റിലവൻറ്റ് സർട്ടിഫിക്കേഷൻ ആൻഡ് കണ്ടിന്യൂ ആഡിങ് സർട്ടിഫിക്കേഷൻ അൺടിൽ യു ഹാവ് എൻറ്റേർഡ് ഓൾ ദറ്റ് യു ഫീൽ ആർ ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്ക്ലോസ് ഫോർ ദിസ് ജോബ് എന്ന് കൊടുത്തിട്ടുണ്ട്. എക്സ്പയർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഒന്നും ഇതിൽ എൻ്റർ ചെയ്യാൻ പാടില്ല എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ഇതിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനതിൽ ചെയ്തത് എൻ്റെ BScയുടെ കോൺവൊക്കേഷൻ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിൻ്റെ ഡേറ്റും ഇഷ്യൂയിങ് അതോറിറ്റി, ഡേറ്റ് ഒബ്റ്റെയിൻഡ് ചോദിച്ചിട്ടുണ്ട്, അത് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പാസ്ഡ് ലെവൽ അറ്റൈൻഡ്, ഇതിൽ നമുക്ക് 30 നമ്പേഴ്സ് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷനാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ചെയ്തത് എത്ര പെർസെൻറ്റേജ് അറ്റൈൻ ചെയ്തു എന്നുള്ളതാണ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അത് കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. എല്ലാം പ്രോപ്പറായിട്ട് കൊടുക്കുക. ഞാനിവിടെ റഫായിട്ട് എഴുതുന്നേ ഉള്ളൂ. അതുപോലെ എത്ര സർട്ടിഫിക്കറ്റ്സ് ഉണ്ടോ, അതായത് മോസ്റ്റ് റിലവൻറ്റ് സർട്ടിഫിക്കറ്റ്സ് മാത്രം കൊടുത്താൽ മതിയാവും. BLS ഒക്കെ കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ജോബിന് ആപ്റ്റായിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ആണ് കൊടുക്കേണ്ടത്.
ആഡ് സർട്ടിഫിക്കേഷൻസ് കൊടുത്ത് എത്ര എണ്ണം കൊടുക്കാനുണ്ടോ അതെല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞ് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ വർക്ക് എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. വർക്ക് എക്സ്പീരിയൻസ് ഈ കോളത്തിലാണ് നമ്മൾ എൻ്റർ ചെയ്യാനുള്ളത്. വർക്ക് എക്സ്പീരിയൻസ് എവിടെയാണ് നമ്മൾ വർക്ക് ചെയ്തത്, അവിടുത്തെ പൊസിഷൻ എന്തായിരുന്നു, സ്റ്റാഫ് നേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി ആണെങ്കിൽ അങ്ങനെ ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ഫുള്ളായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫുൾ ടൈം ആയിട്ടാണ് വർക്ക് ചെയ്തത്. കറണ്ട് ജോബ് അതാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനം ഇതിൽ ലിസ്റ്റ് ദ വർക്ക് എക്സ്പീരിയൻസ് ബിലോ സ്റ്റാർട്ടിങ് വിത്ത് മോസ്റ്റ് റീസെൻറ്റ് വൺ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ സ്റ്റിൽ വർക്കിംഗ് ഉണ്ടെങ്കിൽ സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളത് ഇവിടെ ടൈപ്പ് ചെയ്യുക. ഇതിൽ ഫുൾ ടൈം ആണ്. ഡേറ്റ് എല്ലാം ചോദിച്ചിട്ടുണ്ട്. ടു ഡേറ്റ്, ഫ്രം ഡേറ്റ് നമ്മൾ എന്ന് മുതലാണ് വർക്ക് ചെയ്യുന്നുള്ളത്. ടു ഡേറ്റ് ഇന്നത്തെ ഡേറ്റ് കൊടുക്കുക. എന്നാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് അത് കൊടുത്താലേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അങ്ങനെ കൊടുക്കുക. ഓൾറെഡി കറണ്ട് ജോബെന്ന് വെച്ചിട്ടുള്ളതുകൊണ്ട് പ്രശ്നമില്ല. മേജർ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളുടെ ജോബിൻ്റെ. സപ്പോസ് ഈ ഓപ്ഷൻ നമുക്ക് തെറ്റിപ്പോയെങ്കിൽ റിമൂവ് വർക്ക് എക്സ്പീരിയൻസ് കൊടുത്താൽ മതി, ഒന്നിന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഓപ്ഷൻ വരും. രണ്ടാമത്തെ ഓപ്ഷൻ വന്നില്ലെങ്കിൽ ആഡ് ഓപ്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ആഡ് വർക്ക് എക്സ്പീരിയൻസ് എന്നുള്ളത് എത്ര എക്സ്പീരിയൻസ് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതെല്ലാം എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുമ്പോൾ അറ്റാച്ച്മെൻറ്റ് അപ്ലോഡ് എന്നാണ്. അറ്റാച്ച്മെൻറ്റ്സ് നമ്മൾ കൊടുക്കാനുണ്ട്, എഴുതിയിട്ടുണ്ട്. പ്ലീസ് അപ്ലോഡ് ഫയൽ ടു ദ കാൻഡിഡേറ്റ് റെക്കോർഡ് റെസ്യൂം പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ആനുവൽ പ്രാക്ടീസിങ് സർട്ടിഫിക്കറ്റ് എല്ലാം ഉൾപ്പെട്ട ഒരു PDF ആക്കി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മാക്സിമം 5 MB എന്ന് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ലാർജ് ഫയലാണെങ്കിൽ ഫയൽ കംപ്രസ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ചൂസ് ഫയൽ കൊടുക്കാവുന്നതാണ്. ചൂസ് ഫയൽ കൊടുത്തിട്ട് ഏതാണോ നമ്മുടെ ഫയൽ അത് അറ്റാച്ച് ചെയ്യുക. ഇവിടെ അറ്റാച്ച് ആയിട്ടുണ്ട്. അറ്റാച്ച് ആയതിനു ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫയൽസ് എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം കഴിയുമ്പോൾ ജോബ് സ്പെസിഫിക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനെയർസ് ആണ്. അതെല്ലാം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പ്ലീസ് ആൻസർ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആസ് ആക്യുറേറ്റ്ലി ആസ് പോസിബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. പ്ലീസ് ഇൻഡിക്കേറ്റ് ദ കൺട്രി വെയർ യു ഒബ്റ്റെയിൻഡ് യുവർ ബേസിക് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ. ഏത് കൺട്രിയിലാണ് നമ്മൾ BSc നഴ്സിംഗ് ചെയ്തത് അല്ലെങ്കിൽ കോഴ്സ് ചെയ്ത നഴ്സിംഗ് കോഴ്സിൻ്റെ കാര്യം ചോദിക്കുന്നു. അടുത്തത് ഹാവ് യു ഒബ്റ്റെയിൻഡ് ഫുൾ രജിസ്ട്രേഷൻ ഫ്രം നഴ്സിംഗ് റെഗുലേറ്ററി ബോഡി എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക. ഇഫ് യെസ് പ്ലീസ് ഇൻഡിക്കേറ്റ് ഫസ്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റ്. നമ്മൾ ആ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഡേറ്റ് കൊടുക്കുക. ഡു യു possess a valid certificate to practice nursing in your country എന്ന് ചോദിച്ചിട്ടുണ്ട്. യെസ് ആണെങ്കിൽ യെസ് കൊടുക്കുക. ഇഫ് യെസ് പ്ലീസ് അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഇൻ അറ്റാച്ച്മെൻറ്റ് അപ്ലോഡ് പേജ്. നമ്മളത് നേരത്തെ അറ്റാച്ച് ചെയ്തതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. യെസ് കൊടുക്കുക. പ്ലീസ് ഇൻഡിക്കേറ്റ് യുവർ ലേറ്റസ്റ്റ് വർക്കിംഗ് കൺട്രി ആസ് രജിസ്റ്റേർഡ് നേഴ്സ്
എന്ന് കൊടുത്തിട്ടുണ്ട്, ഏത് കൺട്രിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നുള്ളത് കറൻ്റ്ലി. പ്ലീസ് ഇൻഡിക്കേറ്റ് ദ മോസ്റ്റ് പ്രിഫറബിൾ സ്പെസിഫിക്കലി യു വിഷ് ടു വർക്ക് ഇൻ എന്ന് ചോദിച്ചിട്ടുണ്ട്. എവിടെയാണ് വർക്ക് ചെയ്യാൻ, ഏത് ക്ലസ്റ്ററിലാണ് ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് വർക്ക് ചെയ്യാൻ. ആക്സിഡൻ്റ് ആൻഡ് എമർജൻസി ആണോ, ജനറൽ സർജറി ആണോ, മെഡിസിൻ ആണോ, ന്യൂറോ സർജറി ആണോ എന്നൊക്കെ ഉള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. എന്നാലും അലോക്കേഷൻ ലഭിക്കുന്നത്, നമ്മളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അലോക്കേഷൻ ലഭിക്കുന്നത് അവരുടെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കും. ഇഫ് യു ചൂസ് അതേഴ്സ് പ്ലീസ് ഇൻഡിക്കേറ്റ് സ്പെഷ്യലി വിഷ് ടു വർക്ക് ഇൻ. അതായത് മേലത്തെ ഓപ്ഷൻ നമ്മൾ അതേഴ്സാണ് ചൂസ് ചെയ്തതെങ്കിൽ ഇവിടെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് സ്പെസിഫൈ ചെയ്ത് എഴുതണം, ആ ലിസ്റ്റിലില്ലെങ്കിൽ. ഇവിടെ നമ്മളൊന്ന് ചൂസ് ചെയ്തുകൊണ്ട് നോട്ട് ആപ്ലിക്കബിൾ കൊടുത്താൽ മതി. എന്നെന്ന് ടൈപ്പ് ചെയ്യുക. ഡു യു പൊസസ് എനി ഓഫ് ദ ഫോളോയിങ് സ്പെഷ്യൽ സ്കിൽസ് ആൻഡ് റിലവൻറ്റ് എക്സ്പീരിയൻസ്. ഈ പറയുന്ന ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് കൊടുക്കുക, ഇത് ടിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നൺ ഓഫ് ദ എബവ് കൊടുക്കാം. പ്ലീസ് ഇൻഡിക്കേറ്റ് വെദർ യു ആർ എ HK പെർമനൻറ്റ് റെസിഡൻറ്റ്. അല്ല, നമ്മൾ ഹോങ്കോങ്ങിലെ പെർമനൻറ്റ് റെസിഡൻ്റ് അല്ല, നോ കൊടുക്കുക. പ്ലീസ് സ്റ്റേറ്റ് യുവർ പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ്. അഡ്വാൻസ്ഡ് ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും. പ്ലീസ് സ്റ്റേറ്റ് യുവർ പ്രൊഫഷൻസി ഇൻ കാൻറ്റോനീസ്. അവരുടെ ലാംഗ്വേജാണ്. അത് നമുക്കതിൽ ഇല്ലാത്തതുകൊണ്ട്, പ്രൊഫഷൻസി ഇല്ലാത്തതുകൊണ്ട് നോവിസ് എന്ന് കൊടുക്കാം. ഫസ്റ്റ് പ്രിഫറൻസ് ഓഫ് യുവർ ക്ലസ്റ്റർ. ഈ ക്ലസ്റ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഓരോ റീജിയനാണ്. അവിടെ ചെറിയൊരു രാജ്യമാണ് ഹോങ്കോങ്. അവിടുത്തെ ഏത് ക്ലസ്റ്ററാണ്. ഞാൻ ഏതൊക്കെയോ 2-3 ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് പ്രിഫറൻസ്, സെക്കൻഡ് പ്രിഫറൻസ്, തേർഡ് പ്രിഫറൻസ്, 2-3 ക്ലസ്റ്റർ നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇഫ് യു ആർ ബീങ് സെലക്റ്റഡ് ദ അപ്പോയിൻമെൻറ്റ് പ്ലീസ് ഇൻഡിക്കേറ്റ് യുവർ അപ്രോക്സിമേറ്റ് കമൻസ്മെൻറ്റ് ഡേറ്റ് ഫോർ ടേക്കിംഗ് അപ്പ് ദ അപ്പോയിൻമെൻറ്റ് ഇൻ HA. അതായത് ഏത് ഡേറ്റിലാണ് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണത്. അവിടെ ഒരു ഡേറ്റ് കൊടുക്കുക, നിങ്ങൾക്ക് എന്നാണ് ജോയിൻ ചെയ്യാൻ പറ്റുന്നത്. എത്രയും വേഗം ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഐ കൺഫേം ദാറ്റ് ഐ ഹാവ് അപ്ലോഡ് ഫുൾ റെസ്യൂം. അതായത് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തു എന്നുള്ളതാണ് യെസ് കൊടുക്കുക. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷുഡ് ഇൻഫോം HR ഇൻ ചാർജ് ഡയറക്റ്റ്ലി അണ്ടർ സബ്സിക്വൻറ്റ് അപ്ഡേറ്റ്. എന്തെങ്കിലും സബ്സിക്വൻറ്റ് അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ HR-നെ ഡയറക്റ്റ് ഇൻഫോം ചെയ്യാമെന്നുള്ള ഒരു ഇമെയിൽ വഴി ചെയ്യാം എന്നുള്ള ഒരു ഇതാണ്. യെസ് കൊടുക്കുക, അത് യെസ്സാണ് കൊടുക്കേണ്ടത്. സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കാര്യങ്ങളെല്ലാം റിവ്യൂ ആൻഡ് സബ്മിറ്റ് ചോദിക്കുന്നതാണ്. അപ്പോൾ പേഴ്സണൽ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തത് ഇവിടെ ഉണ്ട്. നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ആദ്യം കൊടുത്തത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്ത എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അത് വേണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ഓപ്ഷനും എഡിറ്റ് ഓപ്ഷനുണ്ട്. സേവ് ചെയ്യുന്നതിന് മുമ്പ് എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യുക, എഡിറ്റ് ചെയ്യുക. എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. അടുത്തത് മൂന്നാമത്തെ അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ അറ്റൈൻമെൻറ്റ് ഇവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും നമ്മൾ റീസെൻ്റിലായിട്ടുള്ളതല്ല ആദ്യം വെച്ചിരിക്കുന്നതെങ്കിൽ മാറ്റി വീണ്ടും എഡിറ്റ് ചെയ്ത് സേവ് ചെയ്യുക. അറ്റാച്ച്മെൻറ്റ് അപ്ലോഡ് ചോദിച്ചിട്ടുണ്ട്, കറക്റ്റ് തന്നെയാണോ നോക്കുക. ജോബിൻ്റെ നമ്മൾ ലാസ്റ്റ് കൊടുത്ത ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അതെല്ലാം കറക്റ്റ് ആണോ എന്ന് വായിച്ച് നോക്കിയതിന് ശേഷം താഴെ സബ്മിറ്റ് കൊടുത്തിട്ടുണ്ട്, അത് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ താങ്ക് യു ഫോർ യുവർ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഇത് കിട്ടും. സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇതിന് അപ്ലൈ ചെയ്യേണ്ടത്.